നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനം പുറപ്പെടാനൊരുങ്ങവേ യാത്രക്കാരുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ കാരണം പലപ്പോഴും അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുമ്പോൾ അത് വിമാന ജീവനക്കാരെയും മാത്രമല്ല യാത്രക്കാരെയും എത്രത്തോളം വലിയ രീതിയിലാണ് ബാധിക്കുക. അത് നേരിട്ടവരും നമ്മിൽ പലരും ഉണ്ടാകും അല്ലേ. അപ്പോൾ വീണ്ടും അത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഒരു യാത്രക്കാരൻ്റെ വ്യാജ വാക്ക് കാരണം വിമാനം ഒരുപാട് വൈകി പുറപ്പെട്ടു. ബംഗളൂരിലേക്ക് പുറപ്പെടാനൊരുങ്ങിയ ഇൻഡിഗോ വിമാനത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ വിമാനം പറന്നുയരുന്നതിന് തൊട്ടു മുമ്പ് യാത്രക്കാരൻ ബോംബ് ഭീഷണി മുഴക്കുകയായിരുന്നു. എന്നാൽ പരിശോധനയൊക്കെ നടത്തി, പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു ബോംബ് ഭീഷണി വരുമ്പോൾ വിജിലൻ്റായി തന്നെ സംഘം അന്വേഷണം നടത്തി പരിശോധിച്ചു. പക്ഷേ സ്ഫോടക വസ്തുക്കളൊന്നും കണ്ടെത്തിയില്ല. ഇതെല്ലാം ഉറപ്പാക്കിയ ശേഷമാണ് വിമാനം പുറപ്പെട്ടത്. പക്ഷേ ഏറെ വൈകി. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയ യാത്രക്കാരെ സംബന്ധിച്ച് അത് വലിയ രീതിയിലുള്ള പ്രയാസങ്ങളാണ് സൃഷ്ടിച്ചത്. ഇത്തരത്തിൽ ബോംബ് ഭീഷണി ഉണ്ടാകുന്നു, അത് പരിശോധനയ്ക്കായി ബോംബ് ഇല്ലാന്ന് ഉറപ്പ് വരുത്താൻ ഒരുപാട് സമയമെടുക്കുന്നു. അതിനുശേഷം വിമാനം പുറപ്പെടുന്നു. തീർച്ചയായിട്ടും അത് യാത്രക്കാരെ എല്ലാം ബാധിച്ചിരിക്കുകയാണ്. ഈ സംഭവത്തിൽ ടൊറന്റോ നിവാസിയായ യോഹാനാഥൻ നിഷാന്ത് എന്ന 23-കാരനെ ഫുൽപൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച രാത്രി വാരണാസി വിമാനത്താവളത്തിലാണ് ഇത്തരത്തിൽ ഈ സംഭവ വികാസങ്ങൾ നടന്നത്. ഭീഷണിയെ തുടർന്ന് വിമാനം റൺവേയിൽ നിന്ന് അടിയന്തരമായി വിമാനത്താവളത്തിലേക്ക് മാറ്റുകയായിരുന്നു. CISFും ബോംബ് ഡിസ്പോസൽ സ്ക്വാഡും മണിക്കൂറുകളോളം പരിശോധിച്ചു. ഇത്തരത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്ന് പ്രതി പറഞ്ഞതിനനുസരിച്ച്. എന്തായാലും വിമാനം പുറപ്പെടാൻ വലിയ രീതിയിൽ സമയമെടുത്തു എന്നതാണ് ഏറ്റവും പ്രയാസകരമായി യാത്രക്കാർക്ക് മാറിയിരിക്കുന്നത്. യോഹാനാഥൻ മദ്യപിച്ചിരുന്നു എന്നാണ് പിന്നീട് കണ്ടെത്തിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇൻസ്പെക്ടർ പ്രവീൺ കുമാർ ഇത് അന്വേഷിക്കുകയും യോഹാനാഥൻ മദ്യപിച്ചിരുന്നതായി പിന്നീട് കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് കാനഡ ഹൈക്കമ്മീഷനാണ്. BDSും CISF ഉദ്യോഗസ്ഥരും പരിശോധന നടത്തിയ ശേഷം വിമാനത്തിൽ സ്ഫോടക വസ്തുക്കളൊന്നുമില്ല എന്ന് കണ്ടെത്തിയത് യാത്രക്കാരെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിരുന്നു. എന്തായാലും ഈ ഒരു ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വ്യാജ ബോംബ് ഭീഷണി, പ്രത്യേകിച്ച് പുറപ്പെടാനിരിക്കവേ വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് വ്യാജ ഭീഷണി വരുന്നു. പിന്നീട് അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുന്നത്, അതായത് ഈ വിമാനം മിസ്സാകാതിരിക്കാൻ അത് വൈകിപ്പോയത് കൊണ്ട് ഒരാൾ കയറാനുണ്ട്, അപ്പോൾ ആൾക്ക് കയറാൻ വേണ്ടി പാകത്തിന് വ്യാജ ബോംബ് ഭീഷണി സന്ദേശം ഉയർത്തിയതാണ്. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ വിമാനം റൺവേയിലേക്ക് നീങ്ങുന്നതിനിടെ ഈ സംഭവത്തിലെ പ്രതി നിഷാന്ത് സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുകയായിരുന്നു. ക്യാബിൻ ക്രൂ തിരികെ സീറ്റിലിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ അവരോട് ദേഷ്യപ്പെട്ടു. മാത്രമല്ല ഇത്തരത്തിൽ എഴുന്നേറ്റ ഇയാൾ മതപരമായ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൻ്റെ ബാഗേജിൽ ഒരു ബോംബുണ്ടെന്നും ഇയാൾ വിളിച്ചു പറയുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഈ ഒരു സംഭവം, അത് ബോംബ് ഭീഷണി ഉണ്ടാകുമ്പോൾ അന്വേഷണത്തിൽ അത് ബോംബ് ഇല്ല എന്ന് കണ്ടെത്തുന്നത് വലിയ ആശ്വാസകരം തന്നെയാണെങ്കിൽ പോലും അത്രയും നേരം അത് യാത്രക്കാരെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം. മറ്റൊരു വാർത്ത കൂടി നോക്കാം. തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ വിമാനം മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയെന്ന പരാതിയുമായി യാത്രക്കാർ. 7:15 പുറപ്പെടേണ്ട AI 2455 എന്ന വിമാനമാണ് മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത്. വിമാനം റദ്ദാക്കാനുള്ള കാരണം എയർ ഇന്ത്യ വിശദീകരിച്ചില്ല എന്നും മാത്രമല്ല യാത്രക്കാർക്ക് ഇത്തരത്തിൽ ഒരു തടസ്സം നേരിടുമ്പോൾ അവർക്ക് ഒരുക്കി കൊടുക്കേണ്ട സംവിധാനങ്ങൾ അതൊന്നും ഒരുക്കി നൽകിയിരുന്നില്ല എന്നും പരാതി ശക്തമാണ്. യാത്രക്കാരുടെ ബോർഡിംഗ് അടക്കം പൂർത്തിയായതിനു ശേഷമായിരുന്നു വിമാനം റദ്ദാക്കിയെന്നാണ് അറിയിപ്പ് കിട്ടിയത്. യാത്രക്കാരുടെ പ്രതിഷേധത്തിന് പിന്നാലെ പകരം വിമാനം ഏർപ്പെടുത്താമെന്ന് എയർ ഇന്ത്യ അധികൃതർ അറിയിക്കുകയായിരുന്നു. എന്തായാലും പകരം സർവീസ് നടത്തും. യാത്രക്കാരെ ബുദ്ധിമുട്ടൊക്കെ കണക്കിലെടുത്ത് അത്തരത്തിലൊരു സൗകര്യം ഒരുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവരെ ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം വിമാനയാത്രയ്ക്കിടെ ഉണ്ടാകുന്ന മറ്റു ചില സംഭവങ്ങൾ കൂടി നമുക്ക് നോക്കാം. അത് യാത്രക്കാരുടെ മോശം പെരുമാറ്റം, അത് വളരെ വലിയ രീതിയിലാണ് മറ്റ് യാത്രക്കാരെയും ബാധിക്കുക, സർവീസുകളെ ബാധിക്കുക, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സംഭവം, വിമാനത്തിൽ വെച്ച് യാത്രക്കാരി വിവസ്ത്രയായി സീറ്റിൽ മലമൂത്ര വിസർജനം നടത്തി. സഹയാത്രികരും ജീവനക്കാരും ആകെ പൊറുതിമുട്ടി. മാത്രമല്ല ഈ സ്ത്രീ വിവസ്ത്രയായതോടെ കുഞ്ഞുങ്ങളുടെ കണ്ണുവരെ അമ്മമാർ പൊത്തുന്ന സാഹചര്യമുണ്ടായി. ഫിലാഡൽഫിയയിൽ നിന്നും ഷിക്കാഗോയിലേക്ക് പോകുകയായിരുന്ന സൗത്ത് വെസ്റ്റ് എയർലൈൻസ് വിമാനത്തിലായിരുന്നു ഇത്തരത്തിലൊരു വിചിത്ര സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്.
പിന്നിലെ പ്രകോപനം എന്തെന്ന് വ്യക്തമല്ല എന്നാണ് എയർലൈൻസ് അധികൃതർ പറയുന്നത്. യാത്രക്കാരി വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി വിമാന സീറ്റിൽ നിന്ന് വിസർജനം നടത്തുകയായിരുന്നു. തുടർന്ന് വിമാനം ഷിക്കാഗോയിലെ മിഡ് ബേ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു. പിന്നാലെ അധികൃതർ നൽകിയ വിവരമനുസരിച്ച് പോലീസ് ഉദ്യോഗസ്ഥരും മെഡിക്കൽ സംഘവും പാഞ്ഞെത്തി യുവതിയെ കസ്റ്റഡിയിലെടുത്തു. ശുചീകരണത്തിനായി മണിക്കൂറുകളോളം വിമാന സർവീസിൽ നിന്നും പിൻവലിക്കേണ്ടി വന്നു. യാത്രക്കാർക്കുണ്ടായ കാലതാമസത്തിനും ബുദ്ധിമുട്ടിനും ക്ഷമ ചോദിക്കുന്നുവെന്ന് സൗത്ത് വെസ്റ്റ് എയർലൈൻസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. മാത്രമല്ല, മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് വിമാനം പറക്കുന്ന സമയത്ത് യാത്രക്കാരൻ എമർജൻസി വാതിൽ തുറക്കാൻ നടത്തിയ ശ്രമം യാത്രക്കാരെയും ജീവനക്കാരെയും വലിയ രീതിയിൽ പരിഭ്രാന്തരാക്കി. മാഡ്രിഡിൽ നിന്നും കരാക്കസിലേക്ക് പോകുകയായിരുന്ന സ്പാനിഷ് വിമാന കമ്പനിയായ പ്ലസ് എക്സ്ട്രയുടെ എയർബസ് A330 ഇനത്തിൽപ്പെട്ട വിമാനത്തിലാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. സംഭവം നടക്കുമ്പോൾ വിമാനം അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ പറക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ യാത്രക്കാരൻ വാതിൽ തുറക്കാൻ ശ്രമിച്ചത്. സീറ്റിൽ നിന്ന് പെട്ടെന്ന് ചാടി എണീറ്റ യാത്രക്കാരൻ എമർജൻസി വാതിലിനടുത്തേക്ക് പാഞ്ഞു ചെന്ന് അതിൻ്റെ വാതിൽ തുറക്കാനുള്ള ലിവറിൽ പിടിക്കുകയായിരുന്നു. യാത്രക്കാർ ഇത് കണ്ട് ബഹളം വെച്ചതിനെ തുടർന്ന് വിമാനത്തിലെ ജീവനക്കാർ ഓടിയെത്തി ഇയാളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഒരു വിമാനയാത്ര സുരക്ഷിതവും അതുപോലെ തന്നെ നല്ല രീതിയിൽ പര്യവസാനിക്കണമെങ്കിൽ അത് എല്ലാവരും കൂടി വിചാരിക്കണം. യാത്രക്കാർ വിചാരിക്കണം, മാത്രമല്ല ഈ ക്യാബിൻ ക്രൂ അംഗങ്ങൾ വിചാരിക്കണം, വിമാന അധികൃതർ വിചാരിക്കണം. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ അത് യാത്രക്കാരെ ഏത് രീതിയിൽ ബാധിക്കുന്നുണ്ട്, അവരെ ഏതൊക്കെ രീതിയിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാക്കുന്നു എന്നത് അനുഭവിച്ചവർ ഒരുപാട് പേരുണ്ടാകും. എങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊന്നും യാതൊരു കുറവുമില്ല, വീണ്ടും വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.